സാജൻ സാമുവലിനെ കൊന്നവർ പദ്ധതിയിട്ടത് എല്ലാ അർത്ഥത്തിലും തെളിവ് നശിപ്പിക്കാൻ. മൂലമറ്റം തേക്കിൻകൂപ്പിന് സമീപം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സാജൻ സാമുവൽ കൊടും ക്രിമിനലാണ്. സാജനെ കൊന്നവർ 25 കിലോമീറ്റർ അകലെയുള്ളിടത്ത് മൃതദേഹം എത്തിച്ച് കുഴിച്ചു മൂടാനായിരുന്നു പ്ലാനിട്ടത്. ഓട്ടോ ഡ്രൈവറുടെ സംശയമായിരുന്നു കേസിൽ തുമ്പായത്. ഇല്ലെങ്കിൽ സാജൻ സാമുവലിൻ്റേത് വെറും കാണാതാകൽ കേസായി മാറുമായിരുന്നു. കൊലപാതക ശ്രമമടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് സാജൻ സാമുവൽ. മേലുകാവ് പോലീസ് 2022 കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു. 1 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇയാളുടെ പേരിൽ ക്രിമിനൽ കേസുകളുണ്ട്. സംഭവത്തിൽ 7 പേരെ പോലീസ് പിടികൂടി. പെയിന്റിംഗ് തൊഴിലാളികളായ 7 അംഗ സംഘമാണ് കൊല നടത്തിയത്. പ്രതികൾക്ക് സാജൻ സാമുവലിന്റെ ക്രിമിനൽ പശ്ചാത്തലം അറിയാമായിരുന്നു. നോവിച്ചു വിട്ടാൽ അപകടമാകുമെന്ന് കരുതിയായിരുന്നു കൊല. അതിനുശേഷം സമർത്ഥമായി മൃതദേഹം മറവു ചെയ്യാൻ തീരുമാനിച്ചു. ഓട്ടോ പിടിച്ചത് പുലിവാലാവുകയും ചെയ്തു. യുവാക്കൾ താമസിച്ച വാടക മുറിയിൽ വെച്ച് സാജനുമായി വാക്കുതർക്കമുണ്ടായി. തുടർന്ന് സാജന്റെ വായിൽ തുണി തിരുകി കമ്പിവടിക്ക് തലയ്ക്കടിച്ചു കൊന്ന് പായിൽ പൊതിഞ്ഞ് ഉപേക്ഷിച്ചു. മുട്ടം സ്വദേശിയുടെ ഓട്ടോയിൽ കയറ്റി മൂലമറ്റത്ത് തേക്കും കാപ്പിലെത്തിച്ചാണ് ഉപേക്ഷിച്ചത്. വണ്ടിയിടിച്ചു ചത്ത കാട്ടുപന്നി ഇറച്ചിയാണെന്നാണ് ഓട്ടോക്കാരോട് പറഞ്ഞത്. ഡ്രൈവർ സംശയം തോന്നി പോലീസിൽ വിവരം അറിയിച്ചതാണ് നിർണായകമായത്. രാത്രിയിൽ തന്നെ കാഞ്ഞാർ പോലീസ് മൂലമറ്റം തേക്കിൻകൂപ്പ് മുഴുവൻ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്തിയില്ല. പിറ്റേ ദിവസം രാവിലെ പരിശോധിച്ചപ്പോഴാണ് കനാൽ വശത്ത് കുറ്റിക്കാട്ടിൽ പായിൽ പൊതിഞ്ഞ കെട്ട് കണ്ടെത്തിയത്. സാജന്റെ ബന്ധുക്കളെ വരുത്തി പരിശോധിച്ചെങ്കിലും 2 ദിവസത്തെ പഴക്കം വന്നതുകൊണ്ട് തിരിച്ചറിയാൻ സാധിച്ചില്ല. പ്രതികളെല്ലാം കഞ്ചാവ് മോഷണ കേസുകളിൽ പ്രതികളാണ്. സാജനെ തങ്ങൾ കൊന്നതാണെന്ന് ഇവർ സമ്മതിച്ചു. വാഗമൺ സംസ്ഥാന പാതയോരത്തെ തേക്കിൻകൂപ്പിന് സമീപം ടെയിൽ റൈഡ് കനാലിനോട് ചേർന്ന് ചെറുകാട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സാജൻ സാമുവലിനെ 8 അംഗ സംഘം ചേർന്നാണ് വകവരുത്തിയത്. സാജൻ സാമുവലും ഷാരോണും സുഹൃത്തുക്കളാണ്. പലപ്പോഴും ഇവർ സംഘം ചേർന്ന് മദ്യപിക്കാറുണ്ട്. ഇതിനിടയിലുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിലേക്ക് നയിച്ചു. കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ള ആളുകളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊല്ലപ്പെട്ട സാജന്റെ കഴുത്തിലും തലയിലും ഗുരുതര മുറിവുകളുണ്ട്. ഇടതുകൈ വെട്ടിയെടുത്ത നിലയിലായിരുന്നു. കേസിൽ മൃതദേഹം തേക്കിൻകൂപ്പിലെത്തിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴി നിർണായകമായി. കഴിഞ്ഞ 30 രാത്രി 10ഓടെ എരുമാപ്രയിൽ നിന്ന് കേടായ പന്നി മാംസമെന്ന് പറഞ്ഞ് പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം 25 കിലോമീറ്റർ അകലെയുള്ള തേക്കിൻകൂപ്പിലെ ട്രാൻസ്ഫോർമറിന് സമീപം ഇറക്കിയത്. സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ വിവരം അച്ഛനോട് പറഞ്ഞു. അച്ഛൻ സംഭവം കാഞ്ഞാർ SI ബൈജു P ബാബുവിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം കുഴിച്ചിടാനായി ശ്രമം നടത്തിയതായും സൂചനയുണ്ട്. തിരിച്ചറിയാൻ പാടില്ലാതെ പുഴുവരിച്ച നിലയിലായിരുന്ന മൃതദേഹമാണ് ബന്ധുക്കളെത്തി തിരിച്ചറിഞ്ഞത്. ഡോഗ് സ്ക്വാഡ്, ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി.